ആരാ ഈ കൂട്ടത്തിൽ ശിവശങ്കരൻ? ഓഹോ, അപ്പോ നിങ്ങളാണ് എന്റെ അവരൻ അല്ലേ? മിടുക്കൻ. കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ കണ്ടുപിടിച്ച ഐഡിയ കൊള്ളാം. സ്വന്തം ബുദ്ധി തോന്നിയതാണോ അതോ ചങ്ങാതിമാരുടെ തലേന്നാണോ? മാഷേ, ആ കുട്ടി എന്റെ മുറപ്പെണ്ണാണ്. അവളെ സ്വന്തമാക്കാനാ അച്ചു പറഞ്ഞെത്തിയത്. കല്യാണപ്രായമായെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ? അതെ അതെ. സമയമാകുമ്പോ ശിവശങ്കറിന് പറ്റിയൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. കാവുംപാട്ടെ കുട്ടിയെ ഇങ്ങി വിട്ട് തന്നെ. ആ പിന്നെ ഞാൻ വന്നത് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാ. എനിക്കിവിടെ സ്വന്തക്കാരായിട്ട് ആരുമില്ല. ഒരു കല്യാണമാകുമ്പോ ചെറുക്കന്റെ കൂടെയും വേണ്ടേ നിങ്ങളെപ്പോലെ യോഗ്യന്മാരായ 4-5 ആണുങ്ങള്. നാളെ എന്റെയും കുഞ്ഞുലക്ഷ്മിയുടെയും കല്യാണമാണ്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും വരണം. ശിവശങ്കരനുണ്ടായിരിക്കണം എല്ലാറ്റിന്റെ മുമ്പില്. വരട്ടെ. വിലയിത താൻ അവിടെ നിന്ന് നൃത്തം ചവിട്ടാണ്ട് ആ ഓലെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്ക. ആ അടിയോടി ദേഹണ്ണത്തിന് കുഞ്ഞും പോയതന്നല്ലേ? സഹായികളൊക്കെ എത്തിയിട്ടുണ്ട്. നാഗസുരക്കാരനെ ഏൽപ്പിച്ചോ? ആ കേശവമാരാൽ മതിയായിരുന്നു. അതെ മൂപ്പര്. ആ ഒന്നിനൊരു കുറവുണ്ടാവരുത്. 24 മണിക്കൂറിന്റെ സമയമുള്ളൂ. എന്തൊക്കെ കുറവുണ്ടേലും സദ്യ കേമാവും. അതുപോലെ താൻ പോടും. എന്റെ വായൊന്നും കേട്ട മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. 10-നും 11-നും ഇടയിലാ. നന്നായി. ക്ഷേത്രത്തിലെ ഏർപ്പാടുകളൊക്കെ ശരിയാക്കിയിട്ടില്ലേ? എംബ്രാന്തിരി ഉണ്ട് അവിടെ. ഗുരുക്കൾ എവിടെ? മാമ്പറ്റ ഭാഗത്ത് 2-3 വീട് കൂടെ വിളിക്കാനുണ്ടല്ലോ. ഗുരുക്കളെ വലിയേട്ടൻ വടക്കേ മനക്കിൽ അയച്ചിരിക്കുക. അതെന്തിനാ? കുറച്ച് ശിഷ്യന്മാരെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ബലത്തിന്. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ. വലിയേട്ടിന് പേടിയാ? പേടിയുടെ ഒന്നുമല്ല. എന്നാലും അങ്ങാടിയിൽ കുറെ എണ്ണം. പോകാൻ പറ അവന്മാരോട്. കാവുംപാട്ടവർ ആരാണെന്ന് നാളെ അവന്മാർ അറിഞ്ഞോളും. മുത്തശ്ശി കൂടി ഇരുന്ന് കൂട്ടു നിൽക്കാണോ? എനിക്ക് കല്യാണം വേണ്ട മുത്തശ്ശി. എന്താ ഇത് കഥ? ധിക്കാരം പറയുന്നു നീ. മര്യാദയ്ക്ക് മൂത്തോര് പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? എന്നോടൊരു വാക്ക് ചോദിക്കാതെ എങ്ങനെ ഉറപ്പിക്കുക? വാങ്ങിക്കന്റെ കയ്യിൽ നിന്ന്. നിന്റെ അനുവാദം വാങ്ങിക്കതൊക്കെ നടത്തുക. എനിക്ക് പറ്റില്ല അയാളെ കല്യാണം കഴിക്കാൻ. എന്താടി അവനൊരു കുറവ്? പിന്നെ ശിവായി ചേർക്കണേ വേണമായിരിക്കും നിനക്ക്. വാശിയുടെ വൈരാഗ്യത്തിനും കാര്യമല്ലത്. ഞങ്ങൾക്ക് അന്യോന്യം മറക്കാൻ കഴിയില്ല. മറക്കണം. താനെല്ലാം മറന്നേ പറ്റൂ. ആ പെൺകുട്ടി നാളെ എന്റെ ഭാര്യയാവാൻ പോവുകയാണ്. അന്യന്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാവമാണ്. അറിയില്ലേ ശിവശങ്കരനെ? നിങ്ങളുടെ കണക്കുകൾ തീർക്കാൻ വേണ്ടി പാവ കുട്ടിയുടെ ജീവൻ നശിപ്പിക്കരുത്. കണക്കുകൾ തീർക്കാനോ? ഞങ്ങൾ ബന്ധുക്കൾ തമ്മിൽ എന്ത് കണക്ക് തീർക്കാൻ? അങ്ങനെ ഒന്നും കരുതരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങൾ ഇതിന് പിന്മാറണം. ഞാൻ ആ കുട്ടിയെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. അയ്യേ, എന്താ ഇത്? കാവുംപാട്ടെ കുറുപ്പന്മാരെ വെല്ലുവിളിച്ച ശിവശങ്കരനാണോ ഇത്? മോശം. എവിടെ പോയി തന്റെ ചുണയൊക്കെ? ഇതുപോലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ വേണ്ടത്. ആൺകുട്ടിയായിട്ട് നിൽക്കേ. അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു പോയെങ്കിൽ ധൈര്യത്തോടെ എല്ലാവരെയും എതിർത്തിട്ട് ആ കുട്ടിയെ സ്വന്തമാക്കാൻ നോക്ക്. മതി, നിർത്ത്. ആ മുഷിഞ്ഞോ? അല്ല, താൻ പോവാ. എന്തൊക്കെയാ എന്റെ അച്ഛൻ നീ കാട്ടാൻ പോണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല.
ഇന്നാണ് ശിവശങ്കരൻ അംഗം കുറിച്ച ആ 15ാമത്തെ നാള്. ഇന്നീ പെരുവണ്ണാപുരത്ത് എന്തൊക്കെ വിശേഷങ്ങളാണാവോ നടക്കുക? അപ്പുണ്യാരെ അപ്പുണ്യാരെ അവൻ വന്നോന്ന്. ആര്? ശിവശങ്കരൻ? ഇല്ലല്ലോ. അപ്പ അവൻ മുങ്ങിയത്. മുങ്ങിയതല്ല, ആ സിംഗപ്പൂരുകാരനും കുറുപ്പന്മാരും ചേർന്ന് മുക്കിയതായിരിക്കും. അപ്പുണ്യാർ വേഗം എല്ലാവരും വിവരം അറിയിക്കും. നോക്കി നിൽക്കാതെ ചെല്ലുതായത്. കുഞ്ഞിലക്ഷ്മി, കുഞ്ഞിലക്ഷ്മി, എവിടെ പോയി കിടക്ക ഈ കുട്ടി? മുത്തശ്ശി, അവൾ ഇവിടെ എവിടെ കാണാനില്ല. കുഞ്ഞലക്ഷ്മി, കുഞ്ഞലക്ഷ്മി കണ്ടോ കുട്ടിയെ? ഇല്ല. കുട്ടി, കുട്ടി, ഇത് എവിടെ പോയി കിടക്കണു ഈശ്വര? ഇനി ഈ വീട്ടിൽ നോക്കാൻ ഇടമില്ല. ചതിച്ചെന്റെ ഗുരുവായൂരപ്പ. മുത്തച്ഛി വിഷമിക്കാതിരിക്കും. അനന്ത, വീട്ടിലെ ആൾക്കാരെ വിളിക്ക്. കുഞ്ഞലക്ഷ്മി എവിടെ? ശിവശങ്കരൻ എവിടെ? ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്നാ ചോദിച്ചത്. ഞങ്ങളുടെ ശിവശങ്കരൻ എവിടെന്നാ ചോദിച്ചത്. മര്യാദയ്ക്ക് എവിടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത്. മര്യാദക്ക് എവിടെയുണ്ടെന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞടാ ചെറ്റകളെ, പറയുന്നടാ ചെറ്റകളെ. അടിക്ക് ഉരുക്കളെ, അടിക്ക് പുഷ്പാങ്കത. ഓടാ. ഊതിരം കടക. അപ്പോ ശാരദ മോളെ. എന്റെ പൊന്നു സഹോദരന്മാരെ പിന്നെ തല്ലുവല്ലേ? അടിക്കൽ അടിക്കൽ. അയ്യോ എന്താ പ്രശ്നം? എന്താ 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 പ്രശ്നം? ഞാൻ സാധനം തരാം, ഞാൻ സാധനം തരാം. ഞാൻ തരാം. പോയി അടിക്കടാ. നല്ല വരിക. അടിക്കാ അടിക്കാ. അങ്ങനെ നീക്ക്, ഇങ്ങനെ നീക്ക്, ഇങ്ങനെ നീക്ക്, ഇങ്ങനെ നീക്ക്. ഞങ്ങൾ വന്നാ കള്ളക്കളി പുറം. നിർത്തിയോ എല്ലാരും? ചോര വരുന്നുണ്ടല്ലോ. സാരമില്ല, ഏത് നല്ല കാര്യത്തിനും അല്പം ചോര പൊടിയുന്നത് ഐശ്വര്യമാണ്. അമ്മേ, അവരെ വിളിക്കേ. വേണ്ട, ആവേശം കാണിക്കണ്ട. നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലടാ? അതെ, ചതിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? എല്ലാം മറന്ന് കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ ഞാൻ ഓടി വരുന്നു.
അങ്ങനെ ഓടി വരാൻ അച്ചു വിഡ്ഢിയല്ല. ആ, കൃത്യസമയത്ത് മുത്തശ്ശി എത്തിയല്ലോ. പരിഭ്രമിക്കണ്ട, അരുതാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മുത്തശ്ശി ഇവരെ അനുഗ്രഹിക്കണം. തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പഴങ്കഥകളുടെ പേരിൽ എന്റെ അമ്മയുടെ കണ്ണുനീർ ആ മുറ്റത്ത് കുറെ വീണിട്ടുണ്ട്. അച്ഛന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളാൻ അന്ന് മുത്തശ്ശി മനസ്സ് കാണിച്ചില്ല. ചരിത്രം ആവർത്തിക്കണ്ട, ഇവരൊരുമിച്ച് ജീവിച്ചോട്ടെ. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന ആഹ്ലാദത്തോടെ എനിക്കും അമ്മയ്ക്കും തിരിച്ചു പോകാം. കഥകളിലെല്ലാം വായിക്കുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പ്രതികാരം നടത്താനല്ല ഈ പെരുവണ്ണാപുരത്ത് വന്നത്. കുട്ടിക്കാലം മുതലേ അമ്മ പറഞ്ഞു കേട്ട ഈ നാടും ഇവിടുത്തെ ആളുകളും പിന്നെ ആ വലിയ തറവാടും എല്ലാം ഒന്ന് കാണാൻ, വെറുതെ കണ്ട് തിരിച്ചു പോകാൻ. വാശിയും വെല്ലുവിളിയും ഒക്കെ നമുക്കിവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൂടെ? ഇവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. എന്താടാ മീഴ്ച നിൽക്കണത്? നടക്കണ കാവുമ്പാട്ടേക്ക്. ദേവകി, അച്ചു നീ പോവായോ? പോണം മുത്തശ്ശി. നിർത്ത്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് ആഘോഷിച്ചിട്ട്. ഇല്ല, ഇപ്പൊ സമയമില്ല. പെരുവണ്ണാപുരത്തെ പുതിയ വിശേഷങ്ങളുമായി ഇനി അച്ചു വരും. ഏലപ്പുലയേലോ ഏലപ്പുലയേലോ